എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതിന്റെ 2-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല ഒരു പ്രഭാതം കർത്താവ് നമ്മുടെ മുൻപിൽ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ സന്ദേശം കേൾക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 വിഭാഗത്തെ ദൈവത്തിൻ്റെ വചനം എടുത്തുകൊണ്ടാണ് ഈ പ്രവചന ഭാഗം ഉദ്ധരിക്കുന്നത്. 1 ഭൂമി, 2 ഭൂമിയിൽ വസിക്കുന്ന ജാതികൾ, 3 ഭൂമിയിലുള്ള നിങ്ങൾ. ഈ ഭൂമിയിന്മേൽ അന്ധകാരം മൂടും, അതിൽ വസിക്കുന്ന ജാതികളിന്മേൽ കൂരിരുട്ട് മൂടും. എന്നാൽ നിങ്ങളിന്മേൽ, നിങ്ങളൊരു പ്രത്യേക ജാതി ആയതുകൊണ്ട് നിങ്ങളിന്മേൽ കൂരിരുട്ടോ അന്ധകാരമോ മൂടുകയില്ല എന്ന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തം. ആർക്കാണ് ദൈവം ഈ വാഗ്ദത്തം കൊടുക്കുന്നതെന്നറിയാമോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനിയും പ്രകാശം കാണുവാൻ അർഹതയില്ല, അതിനുള്ള വഴിയില്ല, ആ വഴികളെല്ലാം അടഞ്ഞു എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂട്ടം ഭക്തന്മാർ ഇസ്രായേൽ മക്കളിൽ വിദേശത്ത്, അന്യദേശത്ത് അടിമകളായി പാർത്തിരുന്നു. അവർ ഉറപ്പാക്കി ഇനി ഒരു പ്രകാശം ഉദിക്കുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം അവരോട് അരുളി ചെയ്യുകയാണ്, ഈ അന്ധകാരം എന്ന് പറയുന്നത് സർവദേശീയമായി ഭൂമിയിൽ എല്ലായിടവും വ്യാപിക്കുന്ന ഒരു പ്രമാണമാണ്, ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ്. എന്നാൽ ആ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായി നിനക്ക് വ്യക്തിപരമായി ദൈവം നിന്നെ പ്രകാശിപ്പിക്കേണ്ടതിന് ചില പ്രകാശം നിനക്ക് വേണ്ടി അധികാരപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ പ്രത്യാശയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ വിചാരിച്ചത് ഇനിയും ഒരു രക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയില്ല, ഇനിയും പ്രകാശത്തെ കാണുകയില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥയെ, നമ്മുടെ വ്യക്തിപരമായ അവസ്ഥയെ, ആത്മീക ജീവിതത്തിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു ചിന്താഗതിയാണ്, ഇനിയും ഗതി ഉണ്ടാകാൻ പോകുന്നില്ല, ഉയർച്ച ഉണ്ടാകില്ല, എഴുന്നേറ്റം ഉണ്ടാകുകയില്ല. അങ്ങനെ ചിന്തിച്ചതായ ഒരു ഭാഗത്ത് ദൈവം പറയുകയാണ്, ഇതാ നിനക്ക് എഴുന്നേൽക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് നടക്കത്തക്കവണ്ണം ഞാൻ നിന്റെ പ്രകാശവുമായി ഇതാ വന്നിരിക്കുന്നു. എപ്പോഴാണ് വന്നതെന്നറിയാമോ? നിനക്ക് പ്രകാശം തന്നപ്പോൾ ഈ ഭൂമിയിൽ അന്ധകാരമാണ്. പ്രത്യാശയില്ലാത്ത മനുഷ്യരെ ദൈവത്തിന്റെ വചനം വിളിക്കുന്ന ജാതികൾ, ആ ജാതികളുടെ മുമ്പിൽ കൂരിരുളാണ്. അവരുടെ മുൻപിൽ കൂരിരുൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ആഗോള വ്യാപകമായി ഈ അന്ധതമസ് അവരുടെ മേൽ വ്യാപിച്ചു കിടക്കുമ്പോഴും നിന്റെ നിലവിളി കേട്ട്, നിന്റെ പ്രത്യാശയുടെ വാക്കുകൾ കേട്ട്, നിന്റെ കണ്ണുനീര് കേട്ട് ദൈവം നിനക്ക് വേണ്ടി ഒരു വ്യക്തിപരമായ പ്രകാശം കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വം ദൈവം തരികയാണ്, എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷപാതക്കാരൻ്റെ അടുത്ത് കർത്താവ് ചെന്നപ്പോൾ അവനോട് കർത്താവ് പറഞ്ഞത്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. അപ്പോൾ സൗഖ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമ്മുടെ ഉത്തരവാദിത്വം എഴുന്നേറ്റ് നടക്കുക. എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അന്ധതപസ്സിൽ ഇരുന്നും കൊണ്ട് വെളിച്ചത്തിന് വേണ്ടി കാക്ഷിക്കുന്നവരും വെളിച്ചത്തിന് വേണ്ടി കരയുന്നവരുമല്ല, വെളിച്ചത്തെ കണ്ടും കൊണ്ട് എഴുന്നേൽക്കുന്നവരാകണം. ഈ എഴുന്നേൽക്കുമ്പോൾ ആ വെളിച്ചത്തെക്കുറിച്ച് നാം സാക്ഷ്യം പറയുന്നവരാകണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അന്ധകാരത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന അനുഭവമാണ്. നമ്മൾ അനുഭവിച്ച പാടുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, കണ്ണുനീരുകൾ, ഇതെല്ലാം ഇങ്ങനെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അന്ധകാരം നമ്മളുടെ മേൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. അന്ധകാരം കൂരിരുട്ടായി മാറുക. ആ കൂരിരുൾ നമ്മെ തീർച്ചയായിട്ടും
നമ്മുടെ കണ്ണുകളെ അന്ധത പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം പറയുന്നു, ആ അന്ധതയിൽ നിന്ന് നിനക്കൊരു പ്രകാശം ഉണ്ടാകണമെങ്കിൽ, ഒരു ഗതി ഉണ്ടാകണമെങ്കിൽ നാം എഴുന്നേൽക്കുന്നവരാകണം. സാക്ഷികളായി നമുക്ക് ലഭിച്ച പ്രകാശത്തെക്കുറിച്ച് സാക്ഷ്യം പറയണം. നമുക്ക് ദൈവം വ്യക്തിപരമായി ഒരു പേഴ്സണൽ പ്രകാശം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഈ ഭൂമി മുഴുവനും അന്ധകാരം വ്യാപിച്ചു കിടക്കുമ്പോഴും പ്രത്യാശയില്ലാത്ത അനുഭവം അവർക്കുണ്ടായാലും നമുക്ക് വേണ്ടി ദൈവം മറ്റു വിശേഷമായത് ഒന്ന് ദൈവം ഇതാ വാഗ്ദത്തം ചെയ്യുന്നു. ഭൂമിയുടെ അവസ്ഥയൊന്ന് നോക്കൂ. അവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, ചന്ദ്രൻ പ്രകാശം കൊടുക്കുന്നുണ്ട്, നക്ഷത്രങ്ങൾ പ്രകാശം കൊടുക്കുന്നു. എന്നാൽ അതൊന്നും നിത്യമല്ല. ഈ ഭൂമിക്ക് സൂര്യന്റെ പ്രകാശത്തിന്മേൽ അധികാരമില്ല. ആ ചന്ദ്രൻ കൊടുക്കുന്ന പ്രകാശത്തിന്മേലും ആ നക്ഷത്രങ്ങൾ കൊടുക്കുന്ന പ്രകാശത്തിന്മേലും ഭൂമിക്കും ജാതികൾക്കും അധികാരമില്ല. അവർ അതിനെ കാഴ്ചക്കാരായി ഇരിക്കുകയാണ്. അവരുടെ മുൻപിൽ വെച്ച് പ്രകാശം വരുന്നു, അതിനുശേഷം അന്ധകാരം വരുന്നു. സന്ധ്യയായി ഉഷസായി അവരുടെ ജീവിതത്തിൽ വീണ്ടും ആ ചംക്രമണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് എല്ലായ്പ്പോഴും പ്രകാശമായിരിക്കേണ്ടതിന് അവർ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവരായി എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടില്ലേ? അദ്ദേഹം കർത്താവിന്റെ വഴി ഒരുക്കുന്നതിന് വേണ്ടി ദൈവം നിശ്ചയിച്ച മുൻ പദ്ധതിയിൽ കൂടെ ഈ ഭൂമിയിൽ ലോകത്തിൽ വന്നപ്പോൾ താൻ പറഞ്ഞ സാക്ഷ്യം വെളിച്ചത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. അതുവരെയും ഭൂമിയിൽ നടമാടിക്കൊണ്ടിരുന്ന അന്ധകാരത്തെക്കുറിച്ച് യോഹന്നാൻ ഒരു വാക്കുപോലും പറയുവാനില്ല. തന്റെ മുൻപിൽ വെളിപ്പെടുവാനിരുന്ന ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം വന്നുകൊണ്ടിരുന്ന ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതിനാൽ ആ പ്രകാശത്തെക്കുറിച്ച് താൻ സാക്ഷ്യം പറയുന്നതിനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പത്മോസ് ദ്വീപിൽ വെച്ച് കർത്താവ് തന്റെ ശിഷ്യനായ യോഹന്നാന്, തന്റെ സഹോദരനായ യോഹന്നാന് തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. അതിൻ്റെ അന്ധകാരകാലം, അല്പകാലത്തെ ക്ലേശം, എന്നാൽ ഇപ്പോൾ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവരായി തീർന്നിരിക്കുന്നു. തേജസ്സും ബഹുമാനവും ഞാൻ അണിഞ്ഞിരിക്കുന്നു. എന്റെ മുഖം ഇപ്പോൾ പ്രകാശിക്കുന്നു. അന്ന് നിങ്ങൾ എന്നെ കണ്ടപ്പോൾ എന്റെ മുഖത്ത് അന്ധകാരം ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കണ്ടിരുന്നിരിക്കാം. ഞാൻ മരിച്ചവനെന്ന് നിങ്ങൾ കേട്ടിരിക്കാം. ഈ ഭൂമിയും ജാതികളും എന്നെ മരിച്ചവനായി കണ്ടുവെങ്കിലും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ചില ജീവിതങ്ങൾക്ക്, ദൈവം സ്നേഹിക്കുന്ന ജീവിതങ്ങൾക്ക് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തെ കാണുവാൻ അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അങ്ങനെ ഭാഗ്യം ലഭിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങൾക്ക് നമുക്കൊരു അതിരുണ്ട്. ഈ അന്ധകാരത്തിന്, അല്ലെങ്കിൽ എന്നേക്കും നിൽക്കുന്ന അന്ധകാരമല്ല നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നതായ അന്ധകാരമെന്ന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകുന്നു. അല്പകാലത്തെ കഷ്ടം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പരാതി, നമ്മുടെ പ്രയാസം, നമ്മുടെ നിഗമനം എല്ലാം നമുക്കിനിയും പ്രകാശം കാണാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കും. എന്നാൽ ദൈവം പറയുന്നു, വന്നിരിക്കുന്ന പ്രകാശത്തെ കാണുവാൻ തക്കവണ്ണം നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. വേറൊരുവിന് ലഭിച്ചതായ ആ പ്രകാശത്തിലല്ല നമ്മൾ പ്രകാശിക്കേണ്ടത്. നമുക്ക് വ്യക്തിപരമായി ദൈവം തന്നിരിക്കുന്ന പ്രകാശത്തിൽ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ തേജസ് വന്നിരിക്കുന്നു. നിന്നെ പ്രകാശിപ്പിക്കുന്നതായ ആ തേജസ്സിനെ കുറിച്ച് നാം സാക്ഷ്യം പറയുമ്പോൾ നമ്മളിൽ നിന്ന് അന്ധകാരം മാറിപ്പോകുന്നു. നോക്കൂ, സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യൻ ഒരിക്കലും അതുവരെയും ഭൂമിയിൽ ഉണ്ടായിരുന്ന ഇരുട്ടിനോട് വാഗ്വാദം നടത്തുകയില്ല, ആർഗ്യുമെന്റ് നടത്തുകയില്ല. അല്ലയോ അന്ധകാരമേ, നീ അല്പം മാറി നിൽക്കൂ, ഞാനൊന്ന് പ്രകാശിക്കട്ടെ എന്ന് സൂര്യ വെളിച്ചം സംസാരിക്കില്ല. കാരണം സൂര്യൻ അത് കടന്നു വരുന്നത് ഒരധികാരത്തോടു കൂടിയാണ്. അതിന് നിശ്ചയിക്കപ്പെട്ടതായ സമയം വരെയും അതിന് അന്ധകാരത്തിന്മേൽ ഒരു അധികാരമുണ്ട്. ആ അന്ധകാരം നീങ്ങിക്കൊടുത്തതിനാൽ പ്രകാശിക്കുന്ന വെളിച്ചമല്ല. എന്നാൽ വെളിച്ചം വരുമ്പോൾ മാറിപ്പോകുന്ന അന്ധകാരത്തെക്കുറിച്ചാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും അന്ധകാരം മാറുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരിക്കലും കാണുവാൻ കഴിയില്ലെന്ന് നമ്മൾ ചിന്തിച്ചതായ ആ പ്രകാശം നമുക്ക് കാണുവാൻ, അത് വന്നിരിക്കുന്നു എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആദ്യം ആ വിശ്വാസത്തിൽ ഉണ്ടാകണം. നിന്റെ കാലൂന്നി നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവനിൽ
സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളതായ ഒരു ചിന്ത ആ പക്ഷപാതക്കാരിൽ ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരത്തെ നീക്കത്തക്ക ശക്തിയും അധികാരമുള്ള ഒരു പ്രകാശം നമ്മളിൽ ഉദിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് പ്രിയരെ നമ്മളിൽ നിന്ന് അന്ധകാരം മാറിപ്പോകുന്നത്. നമ്മളെപ്പോഴും പരാതിപ്പെടുന്നവരാണ്, പ്രയാസപ്പെടുന്നവരാണ്. നമ്മുടെ അന്ധകാരങ്ങളെക്കുറിച്ച് നമ്മൾ വാദോരാതെ സംസാരിക്കുന്നു. കഴിഞ്ഞ കഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ മരിച്ചവനായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ മരിച്ച അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് നമ്മളിൽ വീണ്ടും മരണത്തെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മരണത്തെ നമ്മൾ എത്രത്തോളം പുകഴ്ത്തുന്നുവോ, അന്ധകാരത്തെ നമ്മൾ എത്രത്തോളം പുകഴ്ത്തുന്നുവോ, നാം അനുഭവിച്ചതായ അല്ലെങ്കിൽ അനുഭവിക്കുന്നതായ ആ അന്ധകാര ശക്തിയുടെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം നമ്മൾ വലിയ വാചാലരായി സംസാരിക്കുന്നുവോ, അത്രത്തോളം ശക്തി പൂണ്ട ഒരു വലിയൊരു വശീകരണ ശക്തി അന്ധകാരത്തിന് നമ്മളുടെ മേൽ ലഭിക്കുകയാണ്. എന്നാൽ ഞാൻ മരിച്ചവനായിരുന്നു എങ്കിലും ഇപ്പോഴോ ഞാൻ സദാകാലത്തേക്കും ജീവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാം അന്ധകാരത്തിൽ ഇരുന്നവരാണ്. എന്നാൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുമ്പോൾ, സാക്ഷിക്കുമ്പോൾ നാം വാസ്തവമായി അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്നു. ആ അത്ഭുത പ്രകാശം നമ്മുടെ കഷ്ടതയെ മാറ്റും. ആ അത്ഭുത പ്രകാശം നമ്മുടെ കണ്ണുനീരിനെ മാറ്റും. ആ അത്ഭുത പ്രകാശം നമുക്ക് സമാധാനം കൊണ്ടുവരും. ആ അത്ഭുത പ്രകാശം പുതുവഴികളെ കുറിച്ച് നമുക്കൊരു വലിയൊരു ദർശനം തരും. അടഞ്ഞുകിടന്ന പാതകളെ ദർശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകൾക്ക് വലിയൊരു പ്രകാശം ഉണ്ടാകും. സൗഖ്യമില്ലാതിരുന്നതായ അല്ലെങ്കിൽ ഇനിയും ഒരിക്കലും എനിക്കിനിയും എഴുന്നേറ്റ് നടക്കുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ചതായ ആ ചിന്തകൾക്ക് ഇതാ മാറ്റമുണ്ടാകും. എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി ദൈവം പേഴ്സണലായിട്ട് വെച്ചിരിക്കുന്ന പ്രകാശം നമ്മുടെ മേൽ പെട്ടിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രകാശം കൊണ്ടുവരുമെന്നല്ല, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ പ്രകാശം നിനക്ക് തന്നിരിക്കുന്നു, നിനക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്നു, നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, നിന്റെ മേൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു. ആ വെളിച്ചത്തെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസ കണ്ണുകൾ തുറക്കുമ്പോൾ, നമ്മുടെ വിശ്വാസ കണ്ണുകൾ പ്രകാശിക്കുമ്പോൾ നാം അനുഭവിച്ചു വന്ന സകല ദുരിതങ്ങളും നമ്മളെ വിട്ടു മാറുന്നതിനിടയായിത്തീരും. ഭവനത്തിൽ നിന്ന് അന്ധകാരം മാറും, ദേശത്ത് നിന്ന് അന്ധകാരം മാറും, നമ്മുടെ ജോലിയിലുള്ളതായ അന്ധകാരങ്ങളൊക്കെ മാറും, വ്യക്തിപരമായ ജീവിതത്തിലുള്ള അന്ധകാരങ്ങൾ മാറും, കുഞ്ഞുങ്ങളിലുള്ളതായ അന്ധകാരം വിട്ടുപോകുന്നതിനിടയായിത്തീരും. ഇതാ നമുക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ആ പ്രകാശത്തെക്കുറിച്ച് നാം സാക്ഷീകരിക്കുമ്പോൾ നമുക്ക് ചുറ്റും തേജസ് മിന്നി വിളങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ തേജസ് മിന്നി വിളങ്ങുമ്പോൾ ശത്രുവിന് നമുക്ക് അടുക്കാൻ കഴിയാത്തതായ വലിയൊരു പ്രതിരോധ ശക്തി നമുക്ക് ചുറ്റും ദൈവം വലിയ വലയമായി ദൈവം അത് ഉപയോഗിക്കുന്നതിനിടയായിത്തീരും. ദൈവത്തിന്റെ ശക്തി നമ്മെ കാവൽ ചെയ്യും. ആ പ്രകാശം ഒരിക്കൽ നൽകുന്ന പ്രകാശമല്ല, ഒരു ദിവസത്തേക്ക് നൽകുന്ന പ്രകാശമല്ല, ഒരു വർഷത്തേക്ക് തരുന്ന പ്രകാശമല്ല. ജീവിതത്തിൽ ഏതെല്ലാം അന്ധകാരങ്ങൾ നമ്മെ മൂടുവാൻ വന്നിരുന്നാലും ശരി, അവിടെയൊക്കെയും നമുക്ക് നല്ല പാത കാണിച്ചു തരുന്ന പ്രകാശം, ഉത്തമമായത് ചെയ്യുവാൻ നമ്മെ ഉപദേശിക്കുന്ന പ്രകാശം, ആ പ്രകാശത്തെ കണ്ട് പ്രത്യാശയുള്ള മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് അവകാശവും അധികാരവും നൽകുമാറാകട്ടെ. നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെയും ഈ പ്രകാശത്തിന്റെ ചരിവിൽ നടത്തുവാൻ, ഈ പ്രകാശത്തിന്റെ നിഴലിൽ നടക്കുവാൻ തക്കവണ്ണം, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസത്തെയും ദൈവം വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.